T20 ലോകകപ്പ് സൂപ്പർ 8 അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. 47 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യക്കായി ജസ്പ്രീത് ബുംറയും ഹർഷ്ദീപ് സിംഗും 3 വിക്കറ്റുകൾ വീഴ്ത്തി. വിവരങ്ങൾ നൽകാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, സൂപ്പർ 8 സൂപ്പറായി തന്നെ ഇന്ത്യ തുടക്കം കുറിച്ചു അല്ലേ? തീർച്ചയായും അഫ്ഗാനിസ്ഥാനെ യാതൊരു സാധ്യതയും കൽപ്പിക്കാതെയാണ് ഇന്ത്യ ഈ മത്സരം അനായാസം ജയിച്ചു എന്ന് പറയാം. ഇന്ത്യ 181 റൺസാണ് ആദ്യം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഇന്ത്യ നേടിയത്. സൂര്യകുമാർ യാദവ് 28 പന്തിൽ നിന്ന് 53 റൺസ്, അദ്ദേഹം 3 സിക്സറുകളും 5 ബൗണ്ടറികളും ഉൾപ്പെടെ 28 പന്തിൽ 53 റൺസ് സൂര്യകുമാർ നേടി. ഹാർദിക് പാണ്ഡ്യ 34 റൺസ് എടുത്തു. അപ്പോൾ ഇരുവരുടെയും ബാറ്റിങ്ങിൻ്റെ മികവിലാണ് ഇന്ത്യ 181 എന്ന ഒരു വലിയ സ്കോർ, മികച്ച സ്കോർ പടുത്തുയർത്തിയത്. തിരികെ ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് തുടക്കം മുതലേ അവർക്ക് പിഴച്ചു എന്നുള്ളതാണ്. സ്കോർ 13-ലെത്തി നിൽക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ റഹ്മാനുള്ള ഗുർബാസ്, വിക്കറ്റ് കീപ്പർ, അദ്ദേഹം പുറത്തായി. പിന്നീട് തുടരെ വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ്. ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനത്തിൽ എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടേതാണ്. 4 ഓവർ പന്തെറിഞ്ഞ് കേവലം 7 റൺസ് മാത്രം വിട്ടു നൽകിയാണ് ജസ്പ്രീത് ബുംറ 3 നിർണായക വിക്കറ്റുകൾ നേടിയത്. അതുപോലെ തന്നെ അവസാന നിമിഷം, അതായത് അഫ്ഗാനിസ്ഥാന്റെ വാലറ്റത്തെ പൂർണ്ണമായി വരിഞ്ഞുകെട്ടി ഹർഷ്ദീപ് സിംഗ് 3 വിക്കറ്റുകൾ നേടി. പക്ഷേ ഒരല്പം എക്സ്പെൻസീവ് ആണ്. അദ്ദേഹം 36 റൺസ് വിട്ടു നൽകി 4 ഓവറിൽ. കുൽദീപ് യാദവ് 4 ഓവറിൽ 32 റൺസ് വിട്ടു നൽകി 2 വിക്കറ്റുകൾ നേടി. അതായത് മത്സരം ഇന്ത്യ അനായാസം വിജയം കണ്ടു എന്നുള്ളതാണ്. 47 റൺസിന് ഇന്ത്യ ജയിച്ചു. അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെ 22-നാണ്. ആ മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യ T20 ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും.